1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എടുക്കണ പാല് നല്ല തിക്കായിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി വളരെ കുറച്ചെടുത്താൽ മതി. അത് 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഒരു തക്കാളിയുടെ പകുതി മതി. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി. പിന്നെ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഞാനിവിടെ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇനി കറിയാക്കാന്ന്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളിയും സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുന്ന കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചതച്ചെടുത്ത കുരുമുളകാണ് ചേർക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചെടുത്തിട്ട് ചേർക്കാം. മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. തക്കാളി നമ്മൾ ചേർക്കുന്നത് ചിക്കൻ ഒരു 1/4 ഭാഗം വേവായി കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നത്. അത് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്നത് കൊണ്ട് തക്കാളി നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് വഴറ്റണ്ട. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ തക്കാളി നമ്മൾ ഈ എണ്ണയിൽ കൂടിയിട്ട് മൊരിച്ചിട്ടുണ്ടെങ്കിൽ ആ തക്കാളിക്ക് അത്രയ്ക്ക് പുളി കിട്ടില്ല. അപ്പോൾ നമുക്കൊരു 1/4 ഭാഗം വേവായി കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. എടുത്ത് ഗരം മസാലയിൽ നിന്ന് പകുതി ഗരം മസാല നമുക്ക് ഇപ്പം ചേർക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയിൽ എടുത്തേക്കുന്നത്. ഇനി അതിനൊരു 1/4 ടേബിൾ സ്പൂൺ ഇപ്പം ചേർക്കാം. നമുക്ക് ഇനി കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ നമുക്കൊന്ന് പകുതി വേവിക്കാം. ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ വേവാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അത് നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇനി നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചേക്കണ ഗരം മസാലയും കൂടി ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി കറി നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ തക്കാളി പതുക്കെ ഒന്ന് വെന്തിട്ട് ആ തക്കാളിയുടെ പുളിയൊക്കെയും ഈ കറിയുടെ ഗ്രേവിയിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവും. നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്.
ഈ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകണ്ട, തക്കാളി ഒന്ന് വെന്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച്